അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ്. ഇപ്പം ആരെ ഫോൺ വിളിച്ചാലും നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കായല്ലേ. ഷാനൂക്കാക്ക് നെജിലാക്കും നല്ല ജോലിയായി. അതാണ്ട് ഇതിപ്പോൾ മാവ് അയക്കാൻ പോവുകയാണ്. ഇന്നലെ അയക്കാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ കുറച്ച് കൂടുതൽ സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. അൽഹംദുലില്ലാ വിറ്റ് അല്ലേ. പിന്നെ നമുക്ക് ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മൾ പാഴിക്കളയില്ല. 5 പാക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ടല്ലേ, ഫുഡ് കൊടുത്തിട്ട് നമ്മൾ വരുള്ളൂ. റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതും ചെറിയ കച്ചവടക്കാർക്കും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വരണത്. ബാക്കി വരുന്നത് 5 പാക്കറ്റേ വന്നോളൂ. അൽഹംദുലില്ലാ അത് കുഴപ്പമില്ല. അതിനുള്ള ബർക്കത്ത് നമുക്ക് ഉണ്ടാവും അല്ലേ. പിന്നെ ഫുഡിനൊക്കെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും വെച്ചത് കൊള്ളാം. പിന്നെ നമ്മൾ ഇന്ന് വെറൈറ്റി ആണ് കേട്ടോ. കാരണം ചിക്കനും 1 കിലോ ചീനിക്ക് 50 നമ്മളിൽ മുതലാവൂല. പിന്നെ മാവിനിതായി 85 എന്നുള്ളത് 5 രൂപ കൂടി. കാടമുട്ടയ്ക്ക് 40 എന്നുള്ളത് 45 അപ്പൊ ഇന്ന് നമ്മള് ഇതാ കാടമുട്ട മേടിച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ചിരങ്ങൾക്ക് ഇത് നമ്മള് പല കടയിൽ നിന്ന് കളക്ട് ചെയ്യണം. ഇതിപ്പോ 100 കാടമുട്ടേ ഉള്ളു അല്ലേ. അതിന് നമ്മൾ DTDC പോവുകയാണ്. അപ്പൊ സാധനങ്ങളെല്ലാം മറ്റുള്ളവർക്കൊക്കെ കിട്ടി. അൽഹംദുലില്ലാ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. മാവ് നല്ലതാണ് കേട്ടോ, ഒട്ടലില്ല. ഉണ്ടാക്കി നോക്കി, ഇടിയപ്പം ഉണ്ടാക്കി നോക്കി, നെജിയെ കറി കൂട്ടാതെ കഴിച്ചു. മാവ് അയക്കാൻ പോവുകയാണ്. മാവ് 5 കിലോ മാവേ ഉള്ളു. നമുക്ക് പിന്നെ 1 കിലോയും. പിന്നെ വേറെന്താണ്, നമ്മൾ വൈകിട്ട് 5 മണി തൊട്ടാണ് സ്റ്റാർട്ടിങ്. അൽഹംദുലില്ലാ 2 ദിവസത്തെ കച്ചവടം. അൽഹംദുലില്ലാ നമുക്ക് അന്നം മേടിക്കാനുള്ളത് അല്ലേ കിട്ടുന്നു. നമ്മളെ മക്കൾക്ക് നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളു മക്കളെ. അപ്പൊ നമ്മളെ കുറച്ച് വിജയിക്കും. ഇനിയിപ്പോ എന്തായാലും വെറൈറ്റി ഇതാണ്. കാരണം കാട മുട്ട അവിച്ച് പുഴുങ്ങി ഇട്ട് പിന്നെ നമ്മളത് മുന്നത്ത് മസാല ചേർത്ത് പാക്കിങ്. ആ പാക്കിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 10 പാക്കിങ് ചെയ്തിട്ടേ പോണോളൂ വീട്ടിൽ നിന്ന്. ഞാൻ വണ്ടിക്കകത്തിരുന്ന് പാക്ക് ചെയ്യും. വണ്ടി ഏകദേശം എത്ര ഡിസ്റ്റൻസിലിട്ടേക്കും? കുറച്ചല്ലേ. പിന്നെ ഞാൻ വൈകിട്ട് മാരിബിന്റെ ടൈം ആവുമ്പോഴത്തേക്ക് ഞാൻ ഗ്ലാസ് ഒക്കെ ക്ലോസ് ചെയ്ത് AC ഇടും കുറച്ച് നേരം. മക്കൾക്ക് ചൂടെടുക്കും. പിന്നെ മക്കൾക്കും അതിനകത്ത് ഫുഡ് ഇരുന്ന് കഴിക്കും. മക്കളും നല്ല അതും കഴിക്കും. നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും കഴിക്കും. ഞാൻ കാടമുട്ട എന്റെ മക്കൾക്കും ഒരുവിധം മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും. ഇന്ന് നമ്മൾ പാക്ക് ചെയ്യണ കാണിച്ചു തരാം. കാരണം എല്ലാം ചെയ്ത് നോക്കട്ടെ, ഏതിലാണ് ലാഭം എന്ന് അറിയണമല്ലോ. അൽഹംദുലില്ലാ ചീനിയില് പിന്നെ നമുക്ക് ജോലി കൂലിയൊന്നും ആർക്കും കൊടുക്കണ്ട. നമ്മള് 2 ജോലി ചെയ്യണത്. ചേരുവകളല്ല ഞാനും ഹെൽപ്പർ ഇക്കായും. നെജില കുക്കിംഗ് ഇങ്ങനെയൊന്നുമില്ല. അല്ലാ എനിക്ക് ഇക്കാക്കും അങ്ങനെ DTDC എത്തി. എനിക്ക് ഇക്കാക്കും അങ്ങനെ വലിയ ഡിമാൻഡുകളൊന്നുമില്ല. നമ്മൾ 2 ഈക്വൽ അല്ലേ. മേഡ് ഫോർ കാക്കയല്ല, മേഡ് ഫോർ ഈച്ച് അതർ, അത്ര തന്നെ. അങ്ങനെ വട്ടക്കൈതേ പോയി ഇക്കാരമ്മായി ഒന്ന് ഹെൽപ്പ് ചെയ്യണമായിരുന്നു. അതായത് ഇപ്പം കാലും കൊണ്ട് വയ്യ, കണ്ണിനൊന്നും കാഴ്ച കുറവാണ്. ഇതാണ് അഡ്രസ്സ്. അപ്പം നമുക്ക് അയക്കേണ്ടിയുള്ളത് എവിടെയൊക്കെയാണെന്ന് അറിയാമോ? ഒരു പാലക്കാട്, ഒരു കോഴിക്കോട്, ഒരു ആലുവ, എറണാകുളം ഒക്കെ എൻ്റെ നാട്ടിൽ. അങ്ങനെയാണ് നമുക്ക് അയക്കേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇനി ഇല്ല. ഇത് അവിക്കണം, കുറച്ച് മുട്ട കളക്ട് ചെയ്യണം, കുറച്ച് പാക്കിംഗ് കവർ മേടിക്കണം. നിങ്ങളൊക്കെ DTDC വഴി ഇതെല്ലാം അയച്ചിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും ഇൻഷാ അല്ലാ. നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളി കാര്യങ്ങളൊക്കെ മേടിക്കണം. DTDC പരിപാടി കഴിഞ്ഞ്. ആർക്കെങ്കിലും മാവ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം 5 രൂപ വെച്ച് കൂടിയിട്ടുണ്ട്. അപ്പോഴതനുസരിച്ച് റേറ്റിലായി തന്നാൽ നമ്മൾ അയച്ചു തരും. കാരണം അല്ലാതെ നമുക്കിതിൽ നിന്ന് 10 രൂപ കിട്ടൂല. പിന്നെ നമ്മുടെ ഇറങ്ങുന്ന കൂട്ടത്തിൽ അയക്കാന്ന് വെച്ചാൽ ഇന്ന് 2 ദിവസം കൊണ്ട് നമ്മളല്ലേ ക്ഷമിക്കണം നിങ്ങളോട് നമ്മൾ ക്ഷമ ചോദിക്കണം. കാരണം തിങ്കളാഴ്ച അയക്കുമോ എന്ന് പറഞ്ഞതാണ്, പറ്റിയില്ല. കാരണം ഇങ്ങനെ ഒരു കച്ചവടം കൂടെ തുടങ്ങിയോണ്ടാണ് കേട്ടാ. അപ്പം അൽഹംദുലില്ലാ നമ്മളിതാ എല്ലാ കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെയും പടച്ചവൻ നമ്മളെ കൈവിട്ടിട്ടില്ല. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അള്ളാൻ്റെ പടപ്പുകളാണ് നമ്മൾ. തെറ്റും കുറ്റങ്ങളൊക്കെ വരും. അൽഹംദുലില്ലാ നമ്മളെല്ലാ കാര്യം കൊണ്ടും നമ്മളെ മക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പണിയാണ് നോക്കുന്നത്. ഈ ജോലിയിൽ നിങ്ങൾ തൃപ്തിയല്ലേ? അൽഹംദുലില്ലാ.
എൻ്റെ ഇക്കായ ആളാക്കി എടുക്കണം, നല്ല ഒരു ജോലിക്കാരനാക്കി, ജോലിയൊക്കെ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോ. ഓ, ഭാര്യ വേണ്ട എല്ലാത്തിനും. ഭാര്യയും ഭർത്താവും ഒന്നിച്ചാലേ ഒരു കുടുംബമാവും, മക്കളും അല്ലേ. പിന്നെ സങ്കടങ്ങളെ ബേക്കിന്ന് പോവാൻ നിന്നാ അതിനാലോചിച്ച ഒരു അന്ത്രാളമില്ല. പിന്നെ അള്ളാഹു ഒരുവനുണ്ട്, പടച്ചോനിൽ അർപ്പിക്കണമല്ല. നമ്മളെ കുഞ്ഞു വരാൻ ഏകദേശം 2 മാസം. ഇൻഷാ അല്ലാഹ് ഒരുപാട് ദുആ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വൈകിട്ടൊക്കെ ആകുമ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥ കാണണം. എന്നാലും അള്ളാഹു എനിക്കൊരു ആരോഗ്യം തരുന്നുണ്ട്. ആ 4 മാസം കഷ്ടപ്പെട്ടതിന് എന്ത്, ബാക്കി എനിക്ക് ആരോഗ്യം തരുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ്, എന്നാലും ഇരുന്നും നിന്നും എല്ലാം ചെയ്യും. ഇങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണ്ടേ? പിന്നെ എന്ത് മനുഷ്യ, സത്യം പറ. കാരണം ഒക്കുന്നല്ല മക്കളെ. പിന്നെ എൻ്റെ ഇക്കാര ജോലിയും കാര്യങ്ങളെല്ലാം ജോലി ചെയ്ത് അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കി അൽഹംദുലില്ലാ റാഹത്താണ്. നമ്മള് വൈകിട്ട് 5 മണി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നമുക്ക് നോക്കണ്ട. പിന്നെ നമ്മള് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഇന്നത്തെ കച്ചവടം കഴിയട്ടെ. അത് ഉപ്പ് പിടിക്കണം. പിടിക്കുന്ന പരിപാടിയല്ല പറയുന്നത്. ഉപ്പും കൂടെ തൂറ്റി നിക്ക് മക്കളെ. എൻ്റെ റോഡ് സൈഡിൽ പൈനാപ്പിൾ ഇക്ക മേടിക്കാന്ന് വിചാരിച്ചത്. ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് വെച്ചിട്ട് ഇന്ന് പാക്കിങ് നിങ്ങളെ കാണിക്കാമേ. എന്താണെന്നറിയാമോ, കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇൻട്രസ്റ്റ് ആണ്. ഉമ്മമാർക്കൊക്കെ പാക്ക് ചെയ്യണ കാണാനും. ഈ റോഡിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റ് ആണ്. കാരണം അങ്ങനെ വയറില്ലായിരുന്നെങ്കിൽ ഞാനും ഇറങ്ങിയേനെ. പിന്നെ ഇക്ക അന്യ പുരുഷന്മാരെ മുമ്പ് നിർത്തൂല. കാരണം എന്ന് വെച്ചാൽ കൂടുതലും ചേച്ചിമാരും വന്ന് മേടിക്കും, കൂടുതലും വരുന്നത് പുരുഷന്മാരാണ്. ഈ തൊഴിലാളികളില്ലേ, ചെറിയ ചെറിയ പണിക്കാർ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ മേടിച്ച് അവിടെ ഇരുന്ന് തന്നെ കയ്യും കഴുകി കഴിക്കുന്നതാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി എന്നും ഒരാൾ ബാക്കി കാത്തു നിൽക്കും കേട്ടാ. നിൽക്കാ ഇന്നലെ 5 ബാക്കി ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ കൊണ്ടുവന്ന് ബാക്കി ഞാൻ നിൽക്കാം അവർക്ക് 2 കൊടുക്കാന്ന് പറഞ്ഞു. കാരണം ചെറുകുട്ടികളൊക്കെ വീട്ടിലുണ്ട്. പിന്നെ എനിക്ക് കൂട്ടിൻ്റെ തൊട്ട് ബേക്കിലൊരു അപ്പൂപ്പൻ്റെ കുഞ്ഞൊരു കടയുണ്ട്. അപ്പൂപ്പൻ വന്ന് കൂടെ നോക്കും. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്ക്, അതായത് ചന്ത ബേസ് എല്ലാം വരുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ഇക്ക അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എനിക്ക് സന്തോഷമാണ്. ഈ സമയത്തും എനിക്ക് റബ്ബ് ആരോഗ്യം തരുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ ദുഃഖങ്ങൾ മറക്കാൻ പറ്റിയ ഒരു ജോലിയാണ്. എനിക്ക് തൊഴിൽ, അതായത് കൂലിപ്പണി ചെയ്ത് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കൂടെ സപ്പോർട്ടിന് ഒരാളുണ്ട്. പിന്നെ എന്ത് വേണം, പിന്നെ അള്ളാൻ്റെ, പിന്നെ എൻ്റെ കുഞ്ഞ് 2 മക്കളും ഉണ്ട്. അൽഹംദുലില്ലാ. നെഗറ്റീവ് ഒന്നും കാണാതെ പോസിറ്റീവ് കാണുക. പിന്നെന്താണ്, വയറ്റിലൊരു കുഞ്ഞും അള്ളാഹു തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അനങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ രക്ഷപ്പെടും അല്ലേ പൊന്നെ. ഇങ്ങനെ ഞാൻ മക്കളെടുത്ത് അപ്പോഴാണ് മുത്തുമോനും മിച്ചുമോനും കെട്ടിപ്പിടിച്ചിട്ട് മുത്തം തന്നിട്ടുണ്ട്. ഉമ്മച്ചി ഇതിൻ്റെ നമ്മൾ പിണങ്ങൂലേട്ടാ എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണം. ഓരോരുത്തർ കമൻറ്റ് ഇടണേ എന്തൊക്കെ കച്ചവടമെന്നൊക്കെ. അപ്പം ഇന്നലത്തെ നിങ്ങളെ കമൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഇന്ന് കാടേര പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇത്രയൊക്കെയുള്ള മക്കളെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. പിന്നെ ചോറും കറിയൊക്കെ എല്ലാം ആയി. മക്കളെ സ്കൂളിൽ പോയി. മക്കൾ വന്നാൽ ഉടനെ അവരെ കുളിപ്പിക്കുക. ഒരാൾക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, കുളിപ്പിക്കുക, അവർക്ക് ഡ്രസ്സ് മാറുക. ഇന്നിപ്പോൾ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. കാരണം വീട് തൂത്തുവാരി ഇട്ടതേ ഉള്ളൂ, വേവുപ്പെല്ലാം കഴിഞ്ഞിട്ട്. ഇനിയൊരു വേവുപ്പുണ്ട്, അടുക്കള മാത്രമേ ക്ലീൻ ചെയ്തോളൂ. ഇനിയൊരു ക്ലീനിങ് ഉണ്ട്, മുറ്റം തൂക്കണം. ഇപ്പൊക്കെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴുകിയിട്ട് തരും. അപ്പോൾ നിന്ന് തിരിയാൻ സമയമില്ല സത്യം പറഞ്ഞ. അൽഹംദുലില്ലാ സന്തോഷമാണ്, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഇന്ന് ഞാൻ പാക്കിങ് കാണിച്ചിട്ട്, ഇന്ന് വെറൈറ്റി പാക്കിങ് ആണ് കേട്ടോ. എന്ന് നമ്മൾ ബോക്സിലല്ലേ. അപ്പം റോഡ് കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ പറയണ് പെട്ടെന്ന്, അതായത് ചിലവ് കുറവുമാണ്, പെട്ടെന്ന് നമുക്കൊരു എന്താണ് വരുമാനം, അതായത് 10-300 രൂപ എന്തായാലും കിട്ടും റോഡ് കച്ചവടം. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.